ഹായ് ഗെയ്സ്, നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. മൃഗാൾ എന്ന് പറയുന്ന മീനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിനെ വൃത്തിയാക്കിയിട്ട് നമുക്കിന്നത് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് വൃത്തിയാക്കാം. നമ്മൾ മീനിതാ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനെ കൂട്ടിടാം. നമുക്ക് പൊരിക്കാൻ വേണ്ടത് ആദ്യമായി കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഒരു 5-6 അല്ലി ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഒരു ഏകദേശം അത് ഒരു 5-6 അല്ലി ചെറിയ കഷ്ണം മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മുളക് പൊടി 1, 2, 3, 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാകത്തിന് ഉപ്പ്. അത് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടെ ഇട്ടൊന്ന് വിരകണം. ഇതിനെല്ലാം കൂടെ ഈ കൂട്ട് പിടിക്കുന്നിടത്ത് കുറച്ച് വെള്ളം മതി കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കഷ്ണം മീനായിട്ടെടുത്ത് ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ സൈഡും വരഞ്ഞിട്ടുണ്ട്, മീനിൻ്റെ സൈഡും വരഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ കട്ടി കുറഞ്ഞ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കൈ കൊണ്ട് ചേർക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മളിവിടെ ഇങ്ങനെ വരഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തേക്കും ഇത് പിടിക്കും. എല്ലാ ഭാഗത്തേക്കും നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി 1 കുടം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേറ്റ് ചേർത്തിരിക്കുന്നത് ഇഞ്ചി 2-3 കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി 2-3 കഷ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് അരയ്ക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റാണ്. ഞാൻ കുറച്ചിട്ടും അരച്ചിട്ടുണ്ട്. അല്ലാതെയും നമ്മളിതുപോലെ ചെറിയ ഇതായിട്ടൊന്ന് വരഞ്ഞൂടെ കൊടുത്താൽ ഫുള്ള് പെട്ടെന്ന് ഇതിനകത്തേക്ക് പിടിക്കുന്നതാണ്. ഞാനിതന്നെ ഒരു മണിക്കൂറത്തേക്കും ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. മേലിൽ വയ്ക്കേണ്ട, താഴത്തെ ഭാഗത്തേക്ക് തന്നെ വച്ചിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉപ്പും എരിയും ഒക്കെ ഇതിൽ പെട്ടെന്നാവും. ഇത് 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പൊരിക്കാനെടുക്കുന്നത്. അപ്പോൾ ശരി, നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വച്ചേക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കുറച്ച് കറിവേപ്പില ഇടുക. തീ കുറച്ചതിന് ശേഷം മീൻ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഞാനത് ഫ്രിഡ്ജിലോട്ട് വച്ചിട്ട് ഇപ്പോൾ എരിവും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. തീ പാകത്തിനിട്ടോണം. വലിയ തീയിലിടരുത്.
നമ്മുടെ റെഡിയായിക്കൊണ്ടിരിക്കുക. ചെറു തീയിലിട്ട് നമ്മുടെ മീൻ നല്ല പാകത്തിന് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അതിന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഹായ് ഗെയ്സ്, ഇതാ നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അത് നല്ല മുരിച്ചിലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തവും പൊടിയാണ്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പം നമുക്ക് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോയിൽ.